നമസ്കാരം. മോഡലും നടിയുമായ തുഷാർ ശർമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുത്തതോടെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക്. ഭോപ്പാലിലെ ഭർത്തൃ വീട്ടിൽ തുഷയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭോപ്പാൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആർ CBI കേസ് രജിസ്റ്റർ ചെയ്ത് പുനരാരംഭിച്ചു. തുഷയുടെ ഭർത്താവ് സമർത്ഥ് സിംഗ്, ഭർത്തൃമാതാവും വിരമിച്ച ജഡ്ജിയുമായ ഗിരിബാല സിംഗ് എന്നിവർക്കെതിരെ സ്ത്രീധന പീഡന മരണത്തിലാണ് CBI കേസ് എടുത്തിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നുള്ള CBI പ്രത്യേക കുറ്റാന്വേഷണ സംഘം ഭോപ്പാലിലെത്തി കേസ് ഡയറി, പോലീസ് രേഖകൾ, മൊഴികൾ, മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ തെളിവുകളും പ്രാദേശിക പോലീസിൽ നിന്നും ഏറ്റുവാങ്ങി. നേരത്തെ കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം തലവൻ രജനീഷ് കശ്യപ് കൗളാണ് CBI FIRലെ പരാതിക്കാരൻ. പോലീസ് കസ്റ്റഡിയിൽ 3 ദിവസങ്ങളായി 10 മണിക്കൂറോളം ഭർത്താവ് സമർത്ഥിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച മൊഴികളും തുഷയുടെ ഫോണിൽ നിന്ന് ലഭിച്ച ഡിജിറ്റൽ തെളിവുകളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. തുഷയുമായി തർക്കങ്ങൾ പതിവായിരുന്നുവെങ്കിലും താൻ ഒരിക്കലും ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് സമർത്ഥിന്റെ മൊഴി. വിവാഹം കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ ബന്ധത്തിൽ വിള്ളലുകൾ വീണതായും മാർച്ചിന് ശേഷം തുഷയുടെ സഹോദരന്റെ വിവാഹം കഴിഞ്ഞതോടെ പ്രശ്നങ്ങൾ കൂടിയതായും ഇയാൾ പറയുന്നു. എന്നാൽ തുഷയെ നിർബന്ധിച്ച് ജോലി രാജിവെപ്പിച്ചതാണെന്ന കുടുംബത്തിന്റെ ആരോപണം സമർത്ഥ് നിഷേധിച്ചു. പരസ്പര സമ്മതത്തോടെയാണ് ജോലി ഒഴിഞ്ഞതെന്നാണ് ഇയാളുടെ വാദം. തുഷയുടെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടാണ് കേസിൽ വലിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. കുഞ്ഞിനെ തനിക്കും അമ്മയ്ക്കും വേണമെന്നായിരുന്നു എന്ന് തുഷയുടെ നിർബന്ധപ്രകാരമാണ് ഡോക്ടറുടെ നിർദ്ദേശത്തോടെ ഗർഭചിത്രം നടത്തിയതെന്നുമാണ് സമർത്ഥ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തുഷയുടെ വാട്സ്ആപ്പ് ചാറ്റുകൾ പരിശോധിച്ചപ്പോൾ സമർത്ഥ് തുഷയുടെ ഗർഭധാരണത്തെ സംശയിച്ചിരുന്നതായും കുഞ്ഞിന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്തിരുന്നതായും കണ്ടെത്തി. ഇത് സമർത്ഥിന്റെ മൊഴികളെ പൂർണ്ണമായും തള്ളുന്നതാണ്. ഗർഭം അലസിയതോടെയാണ് തുഷയ്ക്ക് മാനസിക സമ്മർദ്ദം തുടങ്ങിയെന്നാണ് ഭർത്തൃവീട്ടുകാർ പറയുന്നത്. എന്നാൽ ഗർഭവതിയായ ശേഷമുള്ള പീഡനങ്ങൾ കാരണമാണ് തുഷയ്ക്ക് മരുന്ന് നൽകി തുടർന്നതെന്നും ഈ കാലയളവിൽ തുഷയ്ക്ക് 15 കിലോളം ഭാരം കുറഞ്ഞതായും കുടുംബം ആരോപിക്കുന്നു. തുഷയ്ക്ക് ബൈപ്പോളർ ഡിസോർഡർ ഉണ്ടായിരുന്നുവെന്നും പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ കാരണം ഡോക്ടറെ കാണിച്ചപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ ആണെന്ന് പറഞ്ഞതായും സമർത്ഥ മൊഴി നൽകിയിട്ടുണ്ട്. തുഷയ്ക്ക് ഉറക്കഗുളികൾ നൽകിയിരുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണെന്നും ഇയാൾ അവകാശപ്പെടുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ തുഷയുടെ കുടുംബത്തെ അറിയിച്ചിരുന്നു എന്നും വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ യുവതിക്ക് എന്തിനാണ് മാനസിക രോഗ ചികിത്സ നൽകിയെന്നും CBI വിശദമായി പരിശോധിക്കും. കേസിലെ മറ്റൊരു സംശയകരമായ കാര്യം സമർത്ഥ തന്റെ മൊബൈൽ ഫോണിൽ നിന്നും തുഷയുമായും അവളുടെ കുടുംബവുമായും നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ പൂർണ്ണമായും മായ്ച്ചു കളഞ്ഞു എന്നതാണ്. ഈ സന്ദേശങ്ങൾ വീണ്ടെടുക്കുന്നതിനായി സൈബർ വിദഗ്ധരുടെ സഹായം തേടിയിട്ടുണ്ട്. മരണം നടന്ന ദിവസവും രണ്ടുപേരും ഒന്നിച്ച് ജിമ്മിൽ പോയതായും ഭക്ഷണം കഴിച്ചതായും എല്ലാം സാധാരണ പോലെയായിരുന്നു എന്നുമാണ് സമർത്ഥ പറയുന്നത്. എന്നാൽ CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളും പരിശോധിച്ച് ഈ മൊഴി സത്യമാണെന്ന് CBI ഉറപ്പുവരുത്തും. കുടുംബ വഴക്കുകളിൽ വിരമിച്ച ജഡ്ജി കൂടിയായ ഭർത്തൃമാതാവ് ഗിരിബാല സിംഗ് പെട്ടിരുന്നെങ്കിലും ഇവർ ഇപ്പോഴും മകന്റെ പക്ഷം മാത്രമാണ് പിടിച്ചിരുന്നതെന്ന് തുഷ മുൻപ് പരാതിപ്പെട്ടിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മെയ് 12-നാണ് ഭോപ്പാൽ കത്താര ഹിൽസിലെ ഭർത്തൃ വീട്ടിൽ തുഷയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം തിങ്കളാഴ്ച 2 മണിക്കൂറിലധികം സമയമെടുത്ത് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ഡമ്മി ഉപയോഗിച്ച് സംഭവം പുനരാവിഷ്കരിച്ചു. ഇതിന് ശേഷമാണ് സമർത്ഥനെ 3 മണിക്കൂറോളം ചോദ്യം ചെയ്തത്. ഗർഭചിത്രത്തിന് ശേഷം തുഷ കടുത്ത മാനസിക വിഷമത്തിലായിരുന്നുവെന്നും താൻ ഭാര്യയ്ക്ക് 7 ലക്ഷം രൂപ നൽകിയിരുന്നുവെന്നുമാണ് സമർത്ഥ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഒളിവിൽ പോയ കാലയളവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇയാൾ വ്യക്തമായ മറുപടികളില്ല. എന്തായാലും അന്വേഷണത്തിന്റെ ഭാഗമായി സമർത്ഥന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോൺ, പാസ്പോർട്ട്, തിരിച്ചറിയൽ രേഖകൾ എന്നിവ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്.